ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് കാലത്തിന് ശേഷം ഇന്നലെയൊക്കെ മാർക്കറ്റിൽ ഒരു ട്രേഡും എടുക്കാത്തൊരു ദിവസമായിട്ട് നിന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ മാർക്കറ്റ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഓൾറെഡി കുറച്ച് സ്റ്റോക്സ് ട്രേഡിലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം കൺഫർമേഷൻസ് വെയിറ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇന്നലത്തെ ദിവസം കൂടുതൽ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കിയ ശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 നാസ്ഡാക്ക് എല്ലാം ടോട്ടലി പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സും പോസിറ്റീവാണ്. സോ നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സും ഏഷ്യൻ മാർക്കറ്റ്സും എല്ലാം സ്ലൈറ്റ്ലി നെഗറ്റീവ് ട്രേഡിങ്ങിലാണ് നടക്കുന്നത്. തായ്വാൻ വെയ്റ്റഡ് ഹാങ്സങ് ഒക്കെ നെഗറ്റീവ് ട്രേഡിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 1.50 പോയിന്റ്സ് ഡൗൺ ആണ്. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ ആണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാവുന്നത്. മേ ബി 10 to 30 പോയിന്റ്സ് ഡൗൺ സൈഡ് ഓപ്പണിംഗ് ആയിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, മേ ബി ഇന്നൊരു കൺസോളേഷൻ ഡേ, ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം സ്ലൈറ്റ്ലി ബെയറിഷ് ആയതുകൊണ്ട് മേ ബി കൺസോളേഷൻ ഡേ ആവാം. ആൻഡ് ഡോ ജോൺസ് ഫ്യൂച്ചർ എല്ലാം തൽക്കാലം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മേ ബി ഒരു ചെറിയ ഗ്യാപ് ഡൗൺ പോസിറ്റീവ് വന്ന ശേഷം കൺസോൾട്ടേഷൻ മാർക്കറ്റ് മേ ബി ഒരു മാർക്കറ്റ് ഒരു ഹൈ തരാനുള്ള അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളെ ഒരു പ്രീ മാർക്കറ്റ് സെഷനിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ഇതാ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ ഒരു പ്രൈസ് ആക്ഷൻ പോലെ തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ക്യാപ്പിലൊക്കെ അത്യാവശ്യം സ്ട്രെങ്ത് വേണ്ടതായുള്ള ഒരു ദിവസം അല്ലെങ്കിൽ മാസമാണിത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള പ്രൈസ് ആക്ഷനിലും എനിക്ക് ആവശ്യമുള്ള പ്രൈസ് ആക്ഷൻ, ഞാൻ കുറച്ച് ബുള്ളിഷ് ആവണമെന്ന് കരുതുന്ന പ്രൈസ് ആക്ഷനെങ്കിൽ ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ മേ ബി ഞാനൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോകും. അല്ലാത്ത പക്ഷം ഈ ഒരു ഏരിയാസ് ഡിമാൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് കുറച്ച് 1-2 ദിവസം, അതായത് അടുത്ത വീക്ക് തൊട്ട് ട്രേഡ് ചെയ്യാനായിരിക്കും ഞാൻ കൂടുതലൊരു ആഗ്രഹം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയയൊക്കെ ഞാൻ ഓൾറെഡി മാർക്ക്ഡ് ആണ്. ഇന്നലത്തെ അതേ ഏരിയ ഞാൻ കവർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ബാങ്കിലെ അവസ്ഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റി ബാങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ചും ക്ലിയർ പ്രൈസ് ആക്ഷൻ കിട്ടുന്നത് നിഫ്റ്റി ബാങ്കിലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നലെ ഞാൻ വരച്ചു വെച്ചിരുന്ന ഈ സോൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ സോണിൽ മാർക്കറ്റ് ഒന്ന് റെറ്റസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾ അവിടെ കണ്ടു അല്ലേ? അപ്പോൾ ആ ഡിമാൻഡ് മാർക്കറ്റ് ഒരിക്കൽ കൂടെ വന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം ഒരു അപ്സൈഡ് തരാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് വ്യൂവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ ബ്രേക്ക് ആയാൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ബെയറിഷ് വ്യൂവിലേക്ക് പോകത്തുള്ളൂ. ആൻഡ് ഇന്നലത്തെ അതേ ലെവൽസ് ഇന്ന് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ഇന്നലെ വരച്ച 58,160 റേഞ്ചിൽ സപ്പോർട്ട്, 58,650 റേഞ്ചിലെ ആ ഒരു ഡിമാൻഡ് ഏരിയ, ഇതെല്ലാം ഞാൻ ഇന്നും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു 60,127 റേഞ്ചിലുള്ള ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ബുള്ളിഷ് വ്യൂ വരേണ്ടത് കണക്കാക്കുക ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷമായിരിക്കും അടുത്തൊരു ബുള്ളിഷ് വ്യൂവിലേക്ക് ഞാൻ പോകുന്നത്. ആൻഡ് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പിലേക്കൊക്കെ ഉള്ള ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സ്റ്റോക്സ് എടുക്കാതെ. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് ഒന്ന് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യൂ മാറ്റുന്നതായിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ഡേ എടുക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, നിഫ്റ്റി സ്മോൾ ക്യാപ്പിലുള്ള സ്ട്രെങ്ത് കുറവ് നിങ്ങൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ വന്ന ശേഷം ആ ഒരു പാറ്റേൺ ബേസ് ഡൗൺ സൈഡ് വന്നു. ആൻഡ് ആ ഒരു മാർക്കറ്റിലെ സ്ട്രെങ്ത് കുറവ് നിങ്ങളിവിടെ കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ട്രേഡ് ചെയ്യാൻ എടുക്കാത്തത് നിഫ്റ്റി സ്മോൾ ക്യാപ്പിലെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ കൊണ്ടാണ്. അപ്പോൾ മാർക്കറ്റ് എനിക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് തകരുന്നില്ല അല്ലെങ്കിൽ ഡൗൺ സൈഡ് പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് വന്ന ശേഷം മാത്രമേ ഞാൻ കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയ ശേഷം കൂടുതൽ ട്രേഡ്സ് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഞാൻ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ന്യൂസസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ 1-2 വർക്ക് ഓർഡേഴ്സ് കിട്ടിയ കാര്യം ഏകദേശം ന്യൂസിലുണ്ട്. ഇത് ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചറിന് 748 കോടിയുടെ വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ഏത് കമ്പനിയിൽ നിന്നാണ്? അദാനി ഗ്രീൻ എനർജിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഒരു IFGL റിഫ്രാക്ടറീസിൻ്റെ ഒരു ഇന്റേണൽ ഷെയർ ട്രാൻസ്ഫർ വിത്തിൻ ഓർഡർ ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രൊമോട്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഹോൾഡിംഗ് നടത്തിയതാണ്. ശേഷം റെയിൽടെൽ കോർപ്പറേഷന് ഒരു 63 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ചെറിയ പോസിറ്റീവ് ന്യൂസസ് ഒക്കെ ഇന്ന് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം എൻ്റെ ചിന്ത ഇത്രയേ ഉള്ളൂ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒന്ന് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, സോ വൈകിട്ട് ഫസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് വരാനായിട്ട് ഞാൻ ശ്രമിക്കാം. താങ്ക് യു.